Hello. 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 അതിനാൽ തന്നെ മൂപ്പന്റെ ചരമപ്രവർത്തനങ്ങൾക്കായി ഈ കാട് വിട്ടുപോകുന്നത് നിങ്ങളുടെ എല്ലാം മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. നിങ്ങളുടെല്ലാം വിപ്ലവത്തിന് ഇവന്റെയോ ശരീരം മൊത്തം വിഷമുള്ളിലേക്ക് ഇവനും ഇവന്റെ അച്ഛനെ പോലെ അവരൊറ്റുകൊടുക്കുക തന്നെ ചെയ്യും പ്രകാശ. കാരണം മനുഷ്യൻ വരുത്തുന്നത് വേദനയും ആഗ്രഹിക്കുന്നത് അളവില്ലാത്ത സൗഭാഗ്യങ്ങളുമാണ്. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ കാട് വിട്ടു പോകുന്നതിനുള്ള പാരിതോഷികം ഈ മാസത്തിനുള്ളിൽ ഈ കാട് വിട്ടു പോകുന്നത് മൂപ്പന്റെ സ്നേഹാധിപത്യയുടെ ചില ആനുകൂല്യങ്ങളും ലഭ്യമാണ്. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലോ ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. അവരുടേതായതെല്ലാം കൈക്കലാക്കുന്ന കരുനീക്കങ്ങൾ മരണത്തിലും അതിനപ്പുറവും തോൽപ്പിക്കാൻ കഴിയാത്ത ചില പോരാട്ടങ്ങളുണ്ട്. തിരുവടി കൊട്ടിഘോഷിക്കപ്പെട്ട തിരുവടി മൂപ്പൻ കാത്തിരിക്കുന്നത് പോരാട്ടത്തിനായാണ്. സത്യം തുറന്നെഴുതുന്ന ഒരു പോരാട്ടത്തിൽ അധികാരികളുടെ നിലയ്ക്കാത്ത ശബ്ദങ്ങൾക്ക് മുമ്പിൽ നട്ടല്ലു വിരിച്ച് പതറാതെ നിന്ന
ചരിത്ര പുസ്തകത്തിൽ എഴുതാതെ പോയവർക്ക് നാടകം, ആട്ടത്തിരുവിളയാട്ടം. ദൈവങ്ങൾക്ക് പോലും കണ്ണില്ല. ഓന്റെ മുറിവുകളൊക്കെ പഴുത്തിട്ടുണ്ട്. പോകരുന്ന് വിറക്കുക. നമ്മളിപ്പോ എന്താ ചെയ്യാ? നിക്കട്ടെ, ഓനൊന്ന് വിയർത്തെണീക്കട്ടെ. കാട്ടിലെ മുള്ളോർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇത് കൊണ്ട് ഇവന്റെ തലയെ പിടിക്ക. ഞാനല്ലേ പറയണേ, പോ. തുടങ്ങണത് ഈ കല്ലീന. പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഈ കാട്ടിന്ന് പറഞ്ഞയക്കാൻ നോക്കിയപ്പോ നമുക്ക് വേണ്ടി കൂടെ നിൽക്കാൻ ഒരാളെ ഉണ്ടായിരുന്നു. കതിരവൻ. കതിരവന്റെ ഓർമ്മയാ. അതുകൊണ്ടാണ് ഈ കല്ലിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവർ ഈ കാട് കയ്യേറാൻ നോക്കുന്നത്. നിങ്ങളൊക്കെ ഇവിടുന്ന് ഇറക്കി വിടാം എന്നവിടെ വ്യാമോഹം ഈ കല്ലിനെ കൂട്ടി പിടിച്ചാണെങ്കിൽ ഇതിന്റെ അവസാനത്തോട് കൂടിയാവട്ടെ. അതിന്റെ അന്ത്യം ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഒറ്റയ്ക്കുള്ളിൽ ചെറുപ്പിൽ അവസാനിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാകാൻ ആശയങ്ങൾക്ക് സ്വന്തം ജീവനേക്കാൾ വില നൽകുന്ന വിഡ്ഢികളുടെ മരണം ഇങ്ങനെ തന്നെയാണ്. ഈ കാട്ടിലും നാട്ടിലും ഒരൊറ്റ നിയമമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ നിയമം. ഒരു തെരുവുനായ പോലെ മരിക്കണം, അത് ജീവിക്കണം. തീരുമാനിക്കേ. കൈപ്പറ്റാത്തവർ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നിടത്തോളം കാലം വിവിധ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. വളർന്നു വരുന്നുണ്ട്. അവർ നിങ്ങളെ തിരുത്തും, സമത്വം പുനഃസ്ഥാപിക്കും. കതിരവന്റെ പേരിലും ആളോട് കൂടിയപ്പോ ഞങ്ങളെ ഈ കാട്ടെന്ന് പറഞ്ഞയക്കാൻ പറ്റിയില്ല. ആ കതിരവന്റെ മോനെ പ്രകാശനെ മനുഷ്യന് മൃഗങ്ങൾക്കും കൊടുക്കാതെ നെഞ്ചോട് ചേർക്കാൻ ഞാൻ വളർത്തിയത്. പ്രകാശനെ കോകിലെയും രണ്ടായി കണ്ടിട്ടുണ്ട്. ആ മോന് പകത്ത് പനിച്ചു കിടക്കണേ. ഈ കാട് പിടിച്ചടക്കാനുള്ള ബ്രിഗേഡിനെതിരെ നിന്നോണ്ടാ ഓനിങ്ങനെ കിടക്കണേ. ഈ കാലം മുഴുവൻ ഈ കാടിനെ നയിച്ച അവനെ മോനെ കൊണ്ട് അങ്ങനെ പറ്റൂ. എന്നെ മനസ്സിലാവുത്തേ. നമ്മൾ മിണ്ടാണ്ടിരുന്ന ഒരു കാട് നശിപ്പിക്കും. ഈ കാടിന് വേണ്ടി നിന്റെ ജീവൻ പറയണ കാര്യം നീ പറയണേ. ഈ കാടില്ലാണ്ട് നമുക്ക് എന്ത് ജീവിതാ മുത്തേ? ഇവിടുന്ന് പോയാ
ഞാനും കോകിനെയും വളർന്നത് അന്നൊക്കെ ഈ കാട്ടിലെ ഓരോ കല്ലിനും പുളിനാമ്പ് സത്യം എന്ന് പറഞ്ഞ് ഇതിനു മുന്നിൽ തോൾ തിന്നപ്പോഴൊക്കെ ആദ്യം ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ അവസാനം ഓരോന്നോരോന്നായി അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ വെറുതെ നുണയാണെന്ന്. ഈ കാടില്ലാണ്ടാക്കാനുണ്ടായ ഒരു വലിയ നുണ. ഇന്നത്തോടെ ഈ കഥയും ഈ ചരിത്രവും ഇവിടെ തകരാം. സത്യമേ മനുഷ്യനേത് മൃഗമേത് അഴയും പുഴയും ജീവവായു കാണും. അഴയും പുഴയും ജീവവായു ആരായാലും ഈ കല്ല് താർക്കാന്ന് ലക്ഷ്യത്തിന് എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. ഇരുട്ടിൽ നിന്നല്ല, ലക്ഷ്യത്തിൽ നിന്ന്, അന്ധതയിൽ നിന്നല്ല, വ്യക്തതയിൽ നിന്ന്. അങ്ങനെയാണ് പോരാട്ടം. കണ്ടിട്ടുണ്ട്. നിങ്ങളായാലും നിങ്ങളോട് പടവെട്ടിട്ടാണെങ്കിലും ഈ നുണ അത് ഞാനിന്ന് താക്കും. ഇതൊരു നീചമായ ഈ കേട്ട കഥകളിൽ അതൊരു നുണ. ചിലർക്കത് വിശ്വാസത്തിന്റെയും മുതലെടുപ്പിന്റെയും വഴിയാണ്. ആളുകൾ കൊട്ടിഘോഷിച്ച ആട്ടത്തിരുവടി മൂപ്പനെന്ന എനിക്ക് അത് പോരാട്ടത്തിന്റെ വേദനയുടെയും ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമാണ്. ഈ മരതക്കാരൻ കഥ പറയാനുണ്ടെന്ന് കാടിന്റെ പോരാട്ടങ്ങളുടെ കഥ. ആ കഥ തുടങ്ങുന്നത് ഇവിടെ ഈ കാട്ടാറിന്റെ തീരത്തിന് മനസ്സിലേ ഒരു പെൺകുഞ്ഞിന്റെ കരച്ചിൽ നിന്നാണ്. ഒരു നാടോടിയായിട്ട് ഞാൻ ഈ കാട്ടിൽ വന്നപ്പോൾ ഈ കാട് ഇങ്ങനെയല്ലായിരുന്നു. ഇവിടെ നിറച്ച് മരങ്ങളായിരുന്നു. രാത്രി കിടക്കണ മണ്ണ് ചുട്ടിപ്പൊള്ള ആളോളൊക്കെ ഓടിക്കൂടാ. എനിക്ക് മനസ്സിലായി, ഇതറിഞ്ഞ മഹാവ്യാധി.
ഈ കാടിന്റെ ഗുണം. ഓരെന്നെ അവരുടെ മൂപ്പനാക്കി. അവരുടെ ആട്ട തിരുവടി മൂപ്പൻ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. താനാണോ ഈ കാട്ടിലെത്തിയ പുതിയ മാന്ത്രികൻ? മാന്ത്രികനോ? ഞാനോ? ഞാൻ വേറെ ഒരു നാടോടി. നാടോടിയാണെങ്കിൽ എല്ലാവരും എഴുതല്ലേ ആ മാറാവേലിക്ക് റദ്ദുമതി കേട്ട് കിട്ടി. പഠിച്ച വിദ്യകളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയേ ഉള്ളൂ. അത് വലിച്ചതന്നെ വലിയ അത്ഭുത. അത്ഭുതങ്ങൾ കാട്ടുന്നോര് കാട്ടില് വന്നപ്പോഴൊക്കെ അപകടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. താൻ കാരണം ഈ കാടിന് ദോഷം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ അന്ന് ഈ കാട്ടാറുമാരെന്ന് താൻ അറിയും. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചതിനാണോ ഈ വിചാരണ? ഞാൻ ഇപ്പൊ ചെയ്തതൊക്കെ നല്ലതാ. പക്ഷെ എനിക്ക് ഈ കാടിനെ അറിയാം. ഇവിടുത്തെ ആളാണ്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചോളൂ മാത്രം. മൂപ്പനെ കാണാൻ വരുന്ന ആളോടെ എണ്ണം കൂടിക്കണേ. മൂപ്പൻ ഇവിടാണ്. അതുകൊണ്ടെന്നെ മൂപ്പനാരെ കാണ്ടന്മാരെ കാണ്ടാതെ നമ്മൾ തീരുമാനിക്കും. ഭൂമി കയ്യേറണം. ആട്ടത്തിരുവടി സേവാ സംഘം രൂപീകരിക്കണം. ജയ് ആട്ടത്തിരുവടി. മാളൂരെ, നമ്മുടെ മൂപ്പിന് വേണ്ടി ആട്ടത്തിരുവടി സേവാ സംഘം ഒരു വലിയ പർണശാല നിർമ്മിക്കാൻ പോകുന്നു. എല്ലാവരും സഹകരിക്കുക. ജയ് ആട്ടത്തിരുവടി. എന്റെ പേരില നിങ്ങൾ ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോളി. ഇതെന്റെ കൂടി കാണാം. ഇല പറിക്കാൻ മതി. നിങ്ങൾക്കൊന്നും ഞാൻ കൂട്ടി നിൽക്കൂല. മണ്ണാണ് തരും, വായുവാണ് തരും, നീരാറാണ് തരും. ശരിയാണല്ലോ. മൂപ്പരാൾ ആകെ മാറിക്കണം. ആ കാട്ടുവണ്ടിയുള്ള ചെങ്ങാത്തം അത് തന്നെ. അവസാനിപ്പിക്കണം. നമുക്കെതിരെയുള്ള ഓരോ ശബ്ദവും അവസാനിപ്പിക്കണം.
എന്നെ കിട്ടിയത്. എനിക്ക് കാട്ടാളമ്മാന്ന് പേരുന്നതാരാന്ന് കൂടി അറിയില്ല. ഈ മഴക്കൊമ്പിലിരുന്ന നമ്മളെക്കാട് മുഴുവൻ കാണും. ചെറുപ്പത്തില് അമ്മ പറഞ്ഞത് നോക്കി ഞാനിവിടെ കുറേ ഇരുന്നിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കാട് തന്നെയാണ് എൻ്റെ അമ്മ. മരങ്ങളും പുഴകളും പൂക്കളും എന്നെ കൂടെ കിടക്കണം. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മൾ നിൽക്കുന്നു. പോണ കാലം വരിക്കും. ഇതിനൊക്കെ വേണ്ടി ഞാൻ പോരാടും. ഒരാളും ഒരിടുണ്ടാവും എന്തെങ്കിലും കിട്ടാം. ഇനി നിനക്കോ ഈ കാടിനും മനുഷ്യന്മാരെ ഉണ്ടാക്കിയ മുറിവെന്ന ഇത് കഥയാണോ നുണയാണോ എന്ന് എനിക്കറിയണ്ട. എത്ര പേരെ കുരുതി കൊടുക്കണം, എത്ര പേരെ ചോര വിത്തണം. ഇവിടെ ജീവിക്കാൻ നിനക്ക് പ്രശ്നം ഈ കല്ലാണെങ്കിൽ അതങ്ങ് തകർത്ത് കളഞ്ഞേക്ക് പ്രകാശ. കാട്ടാറമ്മയൊക്കെ എനിക്ക് വേണ്ടത് ഈ കല്ലല്ല, ഓടി വന്നേക്കാണോ.
അപ്പോൾ എത്തിച്ചേരും. എല്ലാവരും ശാന്തനും നിശബ്ദനുമായി ഇരിക്കേണ്ടതാണ്. ഈ കാടിന് നെഞ്ചത്ത് കെട്ടിപ്പൊക്കാൻ പോകുന്ന വികസനത്തിന് നിങ്ങളുടെ കൂടെ കൂട്ടിക്ക വന്നോരല്ല ഞങ്ങള്. ഈ കാട് പിടിച്ചെടുക്കാനുള്ളത് ഇങ്ങനെ ഒരു പകൽ സ്വത്താണ് ഓർമ്മപ്പെടുത്താവുന്ന. നിങ്ങളൊക്കെ വലിയ ആളോരായിരിക്കും, എന്നാൽ നിങ്ങളെല്ലാവർക്കും പേടിയില്ല. കാരണം ഞങ്ങളുടെ ജീവിക്കാൻ വേണ്ട സമര പോരാട്ടം. ഞങ്ങളുടെ സമരത്തിനും ചോരയ്ക്കും ഒരേ നിറ. തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കണം. മനുഷ്യനെ തളച്ചിരുന്ന ബിംബങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് ദേഹത്തിന്റെ ആശയങ്ങൾ. നാളെ നമ്മൾ നടപടികളിലെ ഒരു മതിലുകൾ പണിയും. നമ്മുടെ പൊതുസ്ഥലങ്ങളും വീടുകളും കയ്യേറും. എതിർക്കാൻ നിന്നാൽ വഴി നഷ്ടം മർദ്ദിക്കും.